ക്രിസ്തുവേശ്വർ കൂടിയ ഞങ്ങളെ അളവില്ലാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സന്ധ്യായ സമയത്ത് കർത്താവെ ഞങ്ങൾക്ക് പല ദേശങ്ങളിൽ നിന്ന് യേശുവിൻ്റെ പാദപീഠത്തിൽ കടന്നു വരുവാൻ തന്ന കൃപയ്ക്കായി ഞങ്ങളുടെ സ്തോത്രം ചെയ്യുന്നു. സ്തുതിക്കുന്ന കർത്താവെ യാലും പരിസരേശ്വരെ അമ്മയുടെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു ദുഷ്ടനെടുക്കാതെ ശത്രുവോടാതെ രക്തകോട്ടയ്ക്കുള്ളിൽ അവിടുന്ന് മറിച്ച് കാത്തു പരിപാലിച്ചു കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നാഥ ഇന്നത്തെ കാലം കർത്താവ് ഞങ്ങളെ വരാമാവുന്ന ആപത്തിൽ നിന്നും രോഗത്തിൽ നിന്നും ദുഃഖത്തിൽ നിന്നൊക്കെ വിടുവിച്ച് ആ പാദപീഠത്തിൽ കൂട്ടി വരുത്തിയ കൃപയ്ക്കായി സ്തോത്രം കർത്താവെ. അനേക മക്കൾക്ക് ലഭിക്കാതെ പോയ കർത്താവെ അവസരം അനേക മക്കൾ കർത്താവെ രോഗത്താലും ഭാരത്താലും കർത്താവെ മരണവഴിയായി മാറ്റപ്പെട്ടു പോയൊക്കെ അടിയങ്ങളെ അവിടുന്ന് കാത്തു പരിപാലിച്ച് യേശുവിൻ്റെ പാദപീഠത്തിൽ കൂട്ടി വരുത്തിയ കൃപകൾക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. സ്തുതിക്കുന്നു കർത്താവെ. 2 3 വേറെ യേശുവിൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും മധ്യത്തിൽ കടന്നു വന്ന് അനുഗ്രഹിക്കാവുന്ന വാക്കുവന്ന കർത്താവ് അടിയങ്ങളുടെ മധ്യത്തിലും കടന്നു വന്ന് അടിയങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇന്ന് വരെ അടിയങ്ങളെ ഓരോ ദിനം അവിടുന്ന് പോറ്റി പുലർത്തി വഴി നടത്തിയ വലിയ കൃപകൾക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു. സ്തോത്രം ചെയ്യുന്നു കർത്താവെ. അടിയങ്ങൾക്ക് യോഗ്യതയില്ലായിരുന്നു അടിയങ്ങളെ കർത്താവ് അവിടുന്ന് വിളിച്ച് വേർതിരിച്ച് അവിടുത്തെ മക്കളും പ്രിയ മക്കളുമാക്കി തീർത്താ വലിയ കൃപകൾക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവെ. എൻ്റെ കർത്താവെ കടന്നു വരുവാൻ ആഗ്രഹിക്കുന്ന മക്കളെ എല്ലാവരെയും അവിടുന്ന് കൂട്ടി വരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. വാഹനത്തിലൊക്കെ കടന്നു വരുന്ന മക്കളെ അവിടുന്ന് കാത്തു പരിപാലിച്ച് കൂട്ടി വരുത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. പാടുവാനും പ്രാർത്ഥിക്കാനും തിരുവചനം ധ്യാനിക്കാനും കർത്താവിൻ്റെ വചന ശ്രമിപ്പാനും ഒക്കെ അതിങ്ങൾക്ക് കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഇന്നുവരെ കർത്താവിൻ്റെ കൃപാടിയങ്ങളുടെ മേൽ വ്യാപരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ നിന്ന് കർത്താവിനെ ആരാധിക്കാനുള്ള കൃപയടിയങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ വചനത്തിനുള്ള ദാഹാടിയങ്ങൾക്ക് ധാരാളമായിട്ട് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അപ്പത്തിനായുള്ള വിശപ്പല്ല, വെള്ളത്തിനായിട്ടുള്ള ദാഹമല്ല, ദൈവവചനത്തിനായിട്ടുള്ള വിശപ്പ് ദാഹുവടിയങ്ങൾക്ക് തരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. യേശുവേ കർത്താവെ കടന്നു വരാൻ ആഗ്രഹിക്കുന്ന എല്ലാവരെയും എത്രയും വേഗം അവിടുന്ന് കൂട്ടി വരുത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു ചെറിയ കൂട്ടമായി അപ്പനെ ഒന്ന് ആരാധിക്കാനും സ്തുതിക്കാനും ഒക്കെ അടിയുമ്പോൾ ഓരോ ദിനവും തരുന്ന വലിയ കൃപകൾക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. സ്തുതിക്കുന്നു കർത്താവെ. മുന്നമേ അവൻ്റെ രാജ്യവും നീതി അന്വേഷിപ്പിൻ, അതോടുകൂടി സകലവും തരാമെന്ന് വാക്കുവന്ന കർത്താവ്. അടിയങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കുന്ന അടിയങ്ങളെ കരുതുന്ന കൃപകൾക്കായി സ്തോത്രം കർത്താവെ. ഞാൻ നിങ്ങളെ ഒരു നാളും തള്ളിക്കളയിൽ ഉപേക്ഷിക്കുകയില്ല എന്ന് വാക്കുവന്ന കർത്താവ്. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ടെന്ന് നൽകിയ കർത്താവ്. ഇന്നാടി ഞങ്ങളോട് കൂടെയുള്ളതോർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു. സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ഞാൻ എൻ്റെ കണ്ടുപർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായ ആകാശവും ഭൂമി ഉണ്ടാക്കിയ ഹോമയിൽ നിന്ന് വരുന്നു. കർത്താവയായ ഹോമയിലേക്ക് നോക്കി കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം അടിയങ്ങളെ ഓരോ ദിനവും അവിടുന്ന് കൂടുതലായി ശക്തിപ്പെടുത്തണമേ എന്നും പ്രാർത്ഥിക്കുന്നു കർത്താവെ. എല്ലാ കൃപകളാലും അനുഗ്രഹങ്ങളാലോടുന്ന് നിറഞ്ഞുമാറാകണമേ എന്നും പ്രാർത്ഥിക്കുന്നു കർത്താവെ. കൊഞ്ചനെ കുടുംബമായി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന മകനെ അവിടുന്ന് ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങൾക്ക് വേണ്ടുന്ന വചനം തന്നാണെന്ന് അടിയങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. താവിൻ്റെ കരങ്ങളിലേക്ക് ഭവനത്തെ ഏൽപ്പിക്കുന്ന എൻ്റെ കുഞ്ഞുങ്ങളെ വിദ്യാനികളെ നാമത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. താവിൻ്റെ കരം എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകണമേ. ആദ്യോട് അവസാനം അവിടുത്തെ കൃപാടിയുടെ മേൽ വ്യാപരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓൺലൈൻ വഴിയായി ആരാധനയിൽ പങ്കെടുക്കുന്ന മക്കളെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നപ്പോൾ അവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. എല്ലാ നന്മകളാലും കൃപകളാലും അടിയങ്ങളെ നിറച്ച് പറഞ്ഞേക്കുമാറാകണമെന്ന് അടിയങ്ങൾക്ക് വേണ്ടി ജീവൻ നന്നാരും രക്ഷന്റെ പാദമെടുത്തി സമർപ്പിക്കുന്നു. കൃപയോട് കേട്ട് ഉത്തരമരണമേ സത്യപിതാവേ. പ്രാർത്ഥന കാര്യങ്ങളൊക്കെ സ്തോത്രം ചെയ്യാം. 140 പാട്ട്. 140. കൊടുങ്കാറ്റടിച്ചു അലയുയരും വൻസാഗരത്തിനലകളിൽ കൊടുങ്കാറ്റടിച്ചു അലയുയരും സാഗരത്തിനലകളിൽ വരും ജീവിതത്തിൻ പടവിരവേ വരും ശാന്തിരെന്ന വചനങ്ങളാൽ വരും ജീവിതത്തിൻ പടവിരവേ
എൻ ജീവിതത്തിൽ നൗകയിൽ തന്ന നാൾ മുതൽ നിങ്ങൾ മാറുകരെങ്കിൽ എന്നു മോഹമായി അരുളിയവേ നിങ്ങൾ മാറുകരെങ്കിൽ എന്നു മോഹമായി അരുളിയവേ മാറീടുമോകൻ ശിക്ഷവേളത്തെ സ്വന്തം ജനനിയും മാറീടും മാറീടുമോകൻ ശിക്ഷവേളത്തെ സ്വന്തം ജനനിയും മാറീടും എന്നോ ഇമ്പമേ എൻ ജീവിതത്തെ നൗകയിൽ തന്ന നാൾ മുതൽ എന്നോ ഇമ്പമേ എൻ ജീവിതത്തെ നൗകയിൽ തന്ന നാൾ മുതൽ വെറും വാക്കുകൊണ്ട് സകലത്തെയോ കാലം ശോഭയേറി മേലിനാവേണ്ട വെറും വാക്കുകൊണ്ട് സകലത്തെയോ കാലം ശോഭയേറി മേലിനാവേണ്ട ചുടുചോരയോടി നിന്നോരക്ഷിച്ചു തിരുദേവമായി നമ്മെ സൃഷ്ടിച്ചു ചുടുചോരയോടി നിന്നോരക്ഷിച്ചു തിരുദേവമായി നമ്മെ സൃഷ്ടിച്ചു ജീവിതത്തിൽ നൗകയിൽ തന്ന നാൾ മുതൽ എന്നോ ഇമ്പമേ ജീവിതത്തിൽ നൗകയിൽ തന്ന നാൾ മുതൽ ആരും ദൈവമെന്നോ ആരുടെയാവേ ആരും ദൈവമായി അടുത്തൊരു നാൾ ആരും ദൈവമെന്നോ ആരുടെയാവേ ആരും ദൈവമായി അടുത്തൊരു നാൾ ആരും ശോഭയേറും കിരീടമേറെ തിരുസേവനങ്ങൾ തികച്ചവർക്കായി ശോഭയേറും കിരീടമേറെ തിരുസേവനങ്ങൾ തികച്ചവർക്കായി എന്നോ ഇമ്പമേ ജീവിതത്തിൽ നൗകയിൽ തന്ന നാൾ മുതൽ എന്നോ ഇമ്പമേ ജീവിതത്തിൽ നൗകയിൽ തന്ന നാൾ മുതൽ കാറ്റടിച്ചു ജീവിതത്തിൽ പാടകിടാവേ ചാരും ശാന്തിയെന്ന വചനങ്ങളോ ജീവിതത്തിൽ പാടകിടാവേ ചാരും ശാന്തിയെന്ന വചനങ്ങളോ 147 പെന്തക്കോസ്തുനാളിൽ മുൻമഴ പെയ്ച്ച പരമപിതാവേ മഴ നൽകാം. പെന്തക്കോസ്തുനാളിൽ മുൻമഴ പെയ്ച്ച പരമപിതാവേ മഴ നൽകാം. മഴ പെയ്യണം മാലിന്യമാവേണം നിന്റെ വേഗതീരാ. മഴ
കുത്തിയോർക്കാൻ ഒരലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സാഗരേ ആഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സാഗരേ നിന്നെ Yeah.
ആത്മാക്കളുടെ കരങ്ങളെ സ്തോത്രം ചെയ്യാം. സങ്കീർത്തനം 33. സങ്കീർത്തനം 33. നീതിമാന്മാരെ യഹോവയിൽ ഘോഷിച്ചുല്ലസിപ്പീൻ. ഉദിക്കുന്നത് നേരിടുന്നവർക്ക് ഉചിതമല്ലോ. അവനെ പുതിയ പാട്ട് പാടുവീൻ. ഘോഷസ്വരത്തോടെ നന്നായി വാദ്യം വായിപ്പീൻ. അവൻ നീതിയും ന്യായവും ഇഷ്ടപ്പെടുന്നു. യഹോവയുടെ ദയ കൊണ്ട് ഭൂമി നിറഞ്ഞിരിക്കുന്നു. അവൻ സമുദ്രത്തിലെ വെള്ളത്തെ കൂമ്പാരമായി കൂട്ടുന്നു. അവൻ ആഴികളെ ഭണ്ഡാരഗൃഹങ്ങൾ സംഗ്രഹിക്കുന്നു. അവൻ അരുളി ചെയ്തു, അങ്ങനെ സംഭവിച്ചു. അവൻ കൽപ്പിച്ചു, അങ്ങനെ സ്ഥാപിതമായി. യഹോവയുടെ ആലോചന ശാശ്വതമായും അവന്റെ ഹൃദയവിചാരങ്ങൾ തലമുറ തലമുറയായി നിൽക്കുന്നു. യഹോവ സ്വർഗ്ഗത്തിൽ നിന്ന് നോക്കുന്നു, മനുഷ്യപുത്രന്മാരെയൊക്കെയും കാണുന്നു. അവൻ അവരുടെ ഹൃദയങ്ങളെ ഒരുപോലെ മെനഞ്ഞിരിക്കുന്നു. അവരുടെ പ്രവൃത്തികളൊക്കെയും അവൻ ഗ്രഹിക്കുന്നു. ജയത്തിനെ കുതിര വർദ്ധമാകുന്നു. തന്റെ ബലാധിക്യം കൊണ്ട് അതേ വിടുവിക്കുന്നില്ല. അവരുടെ പ്രാണനെ മരണത്തിൽ നിന്ന് വിടുവിപ്പാനും കാമത്തിൽ അവരെ ജീവനോടെ രക്ഷിപ്പാനും തന്നെ. അവന്റെ വിശ്വനാമത്തിൽ നാം ആശ്രയിക്കാൽ നമ്മുടെ ഹൃദയം അവനിൽ സന്തോഷിക്കും. മൂന്നാമത്തെ വാക്യം, കർത്താവിനെ പുതിയ പാട്ട് പാടുവീൻ. ഘോഷസ്വരത്തോടെ നന്നായി വാദ്യം വായിക്കും. പുതിയ പാട്ടെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, പല സ്ഥലങ്ങളിലും ഒത്തിരി പഴയ പാട്ടൊക്കെയാണ് പാടുന്നത്. കുഴപ്പമൊന്നുമില്ലെങ്കിലും പുതിയ പാട്ട് ആർക്കേ പാടാൻ പറ്റുള്ളൂ എന്ന് വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്. യോഹന്നാൻ്റെ വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ പാട്ട്. 3-ാമത്തെ നാല് ജീവികൾക്കും മൂപ്പന്മാർക്കും മുമ്പാകെ ഒരു പുതിയ പാട്ട് പാടി ഭൂമിയിൽ നിന്നും വിലയ്ക്ക് വാങ്ങി 144,000 പേർക്കല്ലാതെ ആർക്കും ആ പാട്ട് പാടാൻ കഴിഞ്ഞില്ല. അപ്പം ഭൂമിയിൽ നിന്ന് വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നവർക്ക് മാത്രമേ പുതിയ പാട്ട് പാടുവാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പം ഭൂമിയിൽ നിന്ന് വിലയ്ക്ക് വാങ്ങിയവരാരാണ്? 40-ാം സങ്കീർത്തനം 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കറിയാം, അവിടെ ദാവീദ് ഇങ്ങനെ പറയുകയാണ്, ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു, കർത്താവ് എങ്കിലേക്ക് ചാഞ്ഞു, എൻ്റെ നിലവിളി കേട്ടു. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും കർത്താവ് എന്നെ കയറ്റി. എൻ്റെ കാലുകളെ കർത്താവ് ഒരു പാറമേൽ നിർത്തി, എൻ്റെ ഗമനത്തെ സ്ഥിരമാക്കി. കർത്താവിൻ്റെ വായിൽ ഒരു പുതിയ പാട്ട്, നമ്മുടെ ദൈവത്തിന് സ്തുതി തന്നെ. എന്നിട്ട് പറഞ്ഞു, പലരും അത് കേട്ടു ഭയപ്പെട്ടെന്നല്ല, കണ്ട് ഭയപ്പെട്ട് യഹോവയിൽ ആശ്രയിച്ചു. അപ്പം ഈ നാശകരമായ കുഴിയിൽ കുഴഞ്ഞ ചേറ്റിൽ ഞാൻ കിടന്നിരുന്നതായ വർഷങ്ങളിൽ, അല്ല എൻ്റെ 38 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ ദൈവം എനിക്ക് പുതിയ പാട്ട് വായി തന്നില്ല. നമുക്ക് സ്വയമേ കുറേ പാട്ടുകളൊക്കെ പാടാം. നമ്മൾ ചെറുപ്പം മുതലേ പാട്ട് പാടുന്നവരാണല്ലോ. ഇവിടെ കണ്ട അവൻ എൻ്റെ വായിൽ പുതിയൊരു പാട്ട്. ആ സ്വർഗത്തിൽ ദൈവം നമ്മുടെ വായിൽ തരുന്ന പുതിയ പാട്ടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ
നമ്മുടെ ദൈവത്തിന് സ്തുതി. ആ പാട്ടതിന് ഹല്ലേലൂയ, അതാണ് സ്തുതി എന്ന് പറയാം അല്ലേ? പള്ളിയിലൊക്കെ നമ്മളിങ്ങനെ കേൾക്കാറില്ല, മട്ടഹസിച്ച് പറയണം എന്ന് പറഞ്ഞാൽ നല്ല ഒച്ചത്തിൽ പറയണം എന്നാ അല്ലേ? എന്താണ്? പിതാവും പുത്രനും പരിശുദ്ധനായവൻ വന്ദിക്കപ്പെട്ടവനും സ്തുതിക്കപ്പെട്ടവനുമാകുന്നു ആദ്യം മുതൽ തലമുറ തലമുറകളെയും തനിക്ക് സ്തുതി. ഹാലേലൂയ. കാരണം അട്ടഹസിച്ച് പറയണമെന്നാ. കാരണം നിൻസ്തുതിയും ഹാലേലൂയായും കർത്താവെ ഞാൻ നിർത്തരുത്. കാരണം സ്തുതി നമ്മുടെ വായിൽ ദൈവമാണ് തരുന്നത്. അപ്പൊ അട്ടഹസിച്ച് തന്നെ പറയണം. പള്ളിയിലും അങ്ങനെ പറയുന്നത്. ചിലർ ഓർക്കാരിക്കും പെന്തിക്കോസ്തുകാരിങ്ങനെ ഒത്തിരി അട്ടഹാസവും ബഹളവും ഒക്കെ ഉള്ളപ്പോൾ നമ്മൾ ഓർക്കാരിക്കും തന്നെ അവരിങ്ങനെ. നമ്മുടെ പള്ളിയിലൊക്കെ പറയും നാം അട്ടഹസിച്ച് പറയണം. ആ ദൈവം വായിൽ സ്തുതി തരുമ്പോൾ, ആ ദൈവത്തിന് സ്തുതി തരുമ്പോൾ, പുതിയ പാട്ട് തരുമ്പോൾ, നമ്മൾ ആ പുതിയ പാട്ട് പാടുമ്പോൾ നമ്മൾ കർത്താവിൽ അങ്ങ് സന്തോഷിക്കുകയാണ്. ഇവിടെ നമ്മൾ കണ്ടു 18-ാമത്തെ വാക്യത്തിൽ 33-ാം സങ്കീർത്തനം 12-ാം വാക്യത്തിൽ യഹോവയുടെ ദൃഷ്ടി ദൈവത്തിൻ്റെ ഭക്തന്മാരുടെ മേലും ദൈവത്തിൻ്റെ ദയയ്ക്കായി പ്രത്യാശിക്കുന്നവരുടെ മേലും ഇരിക്കുന്നു. അവരുടെ പ്രാണനെ മരണത്തിൽ നിന്ന് വിടുവിക്കാനും ക്ഷാമത്തിൽ അവരെ ജീവനോടെ രക്ഷിക്കുവാനും തന്നെ. നമുക്കറിയാം നമ്മുടെയൊക്കെ ജീവിതത്തിൽ എത്രയോ പ്രാവശ്യങ്ങൾ മരണപാശങ്ങൾ നമ്മളെ ചുറ്റിയതാണ് ഇല്ലേ? അതെവിടെയാണ് എഴുതിയിരിക്കുന്നത്? 116-ാം സങ്കീർത്തനം അതിൻ്റെ 3-ാമത്തെ വാക്യം. മരണപാശങ്ങൾ എന്നെ ചുറ്റി, പാതാള വേദനകൾ എന്നെ പിടിച്ചു, ഞാൻ കഷ്ടവും സങ്കടവും അനുഭവിച്ചു. പക്ഷെങ്കിൽ കർത്താവ് എന്ത് ചെയ്തു? പ്രാണനെ മരണത്തിൽ നിന്ന്, കണ്ണിനെ കണ്ണുനീരിൽ നിന്ന്, കാലിനെ വീഴ്ചയിൽ നിന്ന് രക്ഷിച്ചിരിക്കുകയാണ്. നമുക്കറിയാം ഓരോ നിമിഷവും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതായ പല കാര്യങ്ങൾ കർത്താവ് താങ്ങുന്നില്ലെങ്കിൽ, കർത്താവ് നമ്മളെ ദൂതന്മാരുടെ കാവല് തരുന്നില്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ ദൂതന്മാരുടെ കാവല് തന്ന് നമ്മളെ കാത്തു പരിപാലിച്ച് നമ്മളെ വായിച്ച സങ്കീർത്തനം 33-ാം സങ്കീർത്തനം 12-ാം വാക്യത്തിൽ പറയുന്നത് പോലെ നമ്മുടെ പ്രാണനെ മരണത്തിൽ നിന്ന് വിടുവിച്ച് ക്ഷാമത്തിൽ നിന്ന് അവരെ ജീവനോടെ പാലിക്കുവാൻ അല്ലേ? എൻ്റെ ജീവിതത്തിൽ വ്യക്തിപരമായ ക്ഷാമം വന്നപ്പോൾ, ഞാൻ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടാൻ ആഗ്രഹിച്ചപ്പോൾ, എന്നാൽ കർത്താവ് എന്ത് ചെയ്തു? കർത്താവ് ക്ഷാമത്തിൽ നിന്ന്, ക്ഷാമകാലം തന്നെ ക്ഷേമമായി പോറ്റുന്ന ആ ജീവിക്കുന്ന കർത്താവ് ഇന്നും നമ്മുടെ നടുവിൽ എഴുന്നള്ളി വന്നിട്ടുള്ളതിനാൽ ആ കർത്താവിനെ നമുക്ക് കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്യാം. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് ഒരുങ്ങാൻ കുഞ്ഞോളാൻ്റെ കടന്നു വന്ന് പ്രാർത്ഥിക്കാം. യേശുവിൻ മൂലമൻ യാചന കർത്താവിനെ ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ രക്ഷകനുമായിരിക്കുന്ന ക്രിസ്തുവേശുവിൽ കൂടി അടിയങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ വിശുദ്ധ ദിവസത്തിന്റെ സന്ധ്യ കഴിഞ്ഞ സമയത്ത് പല ഭവനങ്ങളിലായിരുന്ന അടിയങ്ങൾക്ക് കർത്താവെ അവിടുത്തെ നാമത്തില് ഈ ആലയത്തിനുള്ളിൽ ഒരുമിച്ച് കൂടി വരുവാൻ തക്കവണ്ണം സ്വർഗ്ഗം ഞങ്ങളെ കൂട്ടിവരുത്തിയ കൃപയ്ക്കായി നന്ദിയോടെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ആലയത്തെ അവിടുത്തെ തൃപ്പാദത്തിലേക്ക് നിങ്ങൾ താഴ്ത്തി സമർപ്പിക്കുന്നത് യേശു ക്രിസ്തു ക്രൂശിൽ ചൊരിഞ്ഞ പുണ്യാഹരക്തം കൊണ്ട് കർത്താവെ ആലയത്തെ അടിയങ്ങൾ മുദ്രവെച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൂതന്മാരുടെ കാവലടി ഞങ്ങൾക്ക് തന്നിരിക്കാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. 2-3 പേർ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ നടുവിലേക്ക് കടന്നു വരാമെന്ന് വാഗ്ദത്തം തന്നിരിക്കുന്ന കർത്താവ് വാസ്തവമായി ഞങ്ങളുടെ നടുവിലേക്ക് കടന്നു വന്നിരിക്കാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഇന്നത്തെ ഈ ദിവസം അടിയങ്ങൾ അവിടുത്തെ പാദപിടുത്തങ്ങളായിരിക്കുമ്പോൾ ഞങ്ങളുടെ എല്ലാ ഭാരമേറിയ വിഷയങ്ങളും കർത്താവിന്റെ സന്നിധിയിലേക്ക് ഇറക്കി വെക്കുക. കർത്താവെ, ഞങ്ങളുടെ രോഗികളായി കർത്താവെ ഇന്ന് ഇവിടെ കടന്നു വന്നിരിക്കുന്നവരും ഭവനങ്ങളിലായിരിക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തക്ക തുണയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന മക്കളെ ഞങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഹല്ലേലൂയ. തക്ക സമയത്ത് കർത്താവ് അവർക്ക് വേണ്ടി ഒരുക്കി കൊടുക്കുന്ന കൃപയ്ക്കായി നന്ദിയോടെ ഞങ്ങൾ സ്തോത്രം ചെയ്യുക. കർത്താവെ, ഇന്ന് ഞങ്ങൾ ഓരോരുത്തരോടും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവിടെ ഇടപെടുമാറാകണമെന്ന് ഞങ്ങളെ പ്രാർത്ഥിക്കുന്നു. രക്തത്താൽ ഞങ്ങളുടെ ഹൃദയങ്ങളെ അവിടുന്ന് കഴുകണമേ. കർത്താവെ, ദൈവഭക്തിയായിരുന്ന ലുദിയുടെ ഹൃദയത്തെ തുറന്ന കർത്താവ് പൗലോസ് പ്രസംഗിച്ചത് കേൾക്കേണ്ടതിനാണല്ലോ ലുദിയുടെ ഹൃദയത്തെ തുറന്നത്. ഇന്ന് ദൈവദാസൻ പ്രസംഗിക്കുമ്പോൾ കർത്താവെ അതൊക്കെയും കേൾക്കുവാൻ തക്കവണ്ണം
ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തെ കർത്താവ് തന്നെ അവിടുന്ന് തുറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ നിങ്ങളുടെ ഹൃദയത്തിന്റെ വാതിൽ തുറന്നാൽ ഞാൻ അകത്ത് വന്ന് അവനോടും അവൻ എന്നോടും കൂടി അത്താഴം കഴിക്കുമെന്ന് അരുളി ചെയ്തിരിക്കുന്ന കർത്താവേ, ഇന്ന് കർത്താവിനോട് കൂടി അത്താഴം കഴിക്കുവാൻ അടിയങ്ങളെ പാദപീഠത്തിലേക്ക് കടന്നു വന്നിരിക്കുക നാഥ. ഇന്ന് കേൾപ്പിക്കുന്ന വചനങ്ങളൊക്കെയും കർത്താവെ അത് ഞങ്ങളുടെ ജീവിതത്തിന് ഉപകാരമായി വരുവാൻ തക്കവണ്ണം കർത്താവെ അത് നിത്യജീവന്റെ അവകാശം ഞങ്ങൾ പ്രാപിക്കേണ്ടതിനും ഇടയാക്കുമാറാകണമെന്ന് അടിയങ്ങളെ പ്രാർത്ഥിക്കുക കർത്താവെ. അടിയങ്ങൾ ഏക മനസ്സോടും ഏക മാർഗത്തോടും കൂടി കർത്താവിന്റെ സന്നിധിയിലായിരിക്കാൻ ഞങ്ങൾക്ക് അവിടുന്ന് കൃപ തരണമേ എന്ന് അടിയങ്ങളെ പ്രാർത്ഥിക്കുന്നു. ഇന്ന് കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും കൃപാതിലേക്ക് താഴ്ത്തി സമർപ്പിക്കുക കർത്താവെ. ഞങ്ങളെല്ലാവരും അനേക കുറവുകളുള്ളവരാണെന്ന് സമ്മതിക്കുന്നു. എന്നാൽ പാപത്തെ വെറുക്കുകയും പാപികളെ സ്നേഹിക്കുകയും ചെയ്യുന്ന കർത്താവ് വാസ്തവമായി ഇന്ന് ഞങ്ങളുടെ നടുവിലുണ്ടല്ലോ കർത്താവെ. ഞങ്ങളുടെ ഹൃദയത്തിന്റെ അവസ്ഥകളൊക്കെയും അവിടുന്ന് അറിയുന്നുണ്ടല്ലോ. മരണത്തിൽ നിന്നുള്ള നീക്കുപോക്ക് ഞങ്ങൾക്ക് തരാമെന്ന് അവിടുന്ന് വചനത്തിൽ കൂടി ഞങ്ങളെ കേൾപ്പിച്ചല്ലോ കർത്താവെ. ഇത് ഞങ്ങളുടെ ഓരോരുത്തരുടെയും വായിൽ അവിടുന്ന് പുതിയ പാട്ട് തന്നതിനായി നന്ദിയുള്ള ഹൃദയത്തോടെ ഞങ്ങൾ കർത്താവിനെ സ്തുതിക്കുന്നു. അതെന്റെ ദൈവത്തിന് സ്തുതിയാണെന്ന് അവിടുന്ന് കൽപ്പിച്ചല്ലോ. അത് കർത്താവെ, ഭൂമിയിൽ നിന്ന് യേശുവിന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങിയവർക്കല്ലാതെ മറ്റാർക്കും ആ പാട്ട് പാടുവാൻ കഴിയുകയില്ല എന്ന വചനത്തിൽ കൂടി ഞങ്ങളെ കേൾപ്പിച്ചല്ലോ കർത്താവെ. തിരുരക്തത്താൽ ഞങ്ങളെ വീണ്ടെടുത്തിരിക്കുന്ന കൃപയ്ക്കായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യാം. പാദപീഠത്തിലേക്ക് ഞങ്ങളെ താഴ്ത്തി സമർപ്പിക്കുക കർത്താവെ. ഇന്ന് ഞങ്ങൾക്ക് തന്ന നല്ല സങ്കീർത്തനത്തിനായി ഞങ്ങൾ നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ഹല്ലേലൂയ. അടിയങ്ങൾക്ക് ഇനി ആരാധിപ്പാനും വചനം കേൾക്കുവാനും അതിനെ ധ്യാനിപ്പാനും ഒക്കെ കൃപ തന്ന് ഞങ്ങളെ സഹായിക്കണമെന്ന് അടിയങ്ങൾക്ക് വേണ്ടി കാൽവരിയിൽ ജീവൻ തന്ന യേശു കർത്താവിന്റെ വിലയേറിയ നാമത്തിൽ അടിയങ്ങൾ താഴ്മയെ അപേക്ഷിക്കുന്നു. അവിടുന്ന് കൃപയോടെ ഉത്തരം നൽകുമാറാകണമേ. ആരാധനയ്ക്കായിട്ട് എഴുന്നേക്കാം. പാട്ടുപുസ്തകത്തിലെ 188-ാമത്തെ പാട്ട്. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം. ഇനിയും കൃപ കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോ. ഇനിയും കൃപ കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോ. ഇന്നല്ല ദൈവം നമ്മെ നൽകിയതാ, നേടിയതല്ല ദൈവമെല്ലാം തന്നതല്ലേ. ഇന്നല്ല ദൈവം നമ്മെ നിർത്തിയതാ, നേടിയതല്ല ദൈവമെല്ലാം തന്നതല്ലേ. നടത്തിയ വിധങ്ങളെ ഓർത്തിടുമ്പോൾ നന്ദിയോടെ നാഥനു സ്തുതി പാടിടാം. നടത്തിയ വിധങ്ങളെ ഓർത്തിടുമ്പോൾ നന്ദിയോടെ നാഥനു സ്തുതി പാടിടാം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം. ഇനിയും കൃപ കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോ. ഇനിയും കൃപ കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോ. സാധ്യതകളോ അസ്തമിച്ചു പോയിടുമ്പോൾ, സോദരങ്ങളോ അകന്നു മാറിടുമ്പോൾ, സാധ്യതകളോ
ഉയർത്തിയിടുവാൻ പ്രവൃത്തിയിൽ വലിയവരെ സുനാമേ കൃപനക്കും ജയഘോഷം ഉയർത്തിയിടുവാൻ ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം ഇനിയും കൃപ കൊണ്ട് കരുതിടണേ ഇനിയും നടത്തണേ തിരുഹിതം പോൽ 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 ഹല്ലേലൂയ 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 എല്ലാവർക്കും ആരാധിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവനാമത്തിൽ മഹത്വം ഉണ്ടാകട്ടെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. 116 സങ്കീർത്തനം 8 യേശു എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്നും എൻ്റെ കണ്ണിനെ കണ്ണുനീരിലും എൻ്റെ കാലിനെ വീഴ്ചയിൽ നിന്ന് രക്ഷിച്ചിരിക്കും. അത് നിങ്ങളോടൊന്ന് പറയാനാണ് ഞാൻ കഴിഞ്ഞ തിങ്കളാഴ്ച ഉച്ചയായ സമയത്ത് ഞാൻ ദീപിയുടെ പ്രാർത്ഥന കേട്ടോണ്ടിങ്ങനെ ഇരിക്കുകയാണ്. അത് കഴിഞ്ഞ് പപ്പ തുടയ്ക്കുക, ഞാനത് കണ്ടില്ല തുടയ്ക്കുന്നത്. അടുക്കള കണ്ടോടത്ത് ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് കയറിച്ചെന്ന ഉടനെ തെന്നി അങ്ങ് വീണെന്ന് പറഞ്ഞാൽ തല ഫ്രിഡ്ജിലിട്ട് അടിച്ചു. ഭയങ്കര ഒരു ശബ്ദത്തോടെ ഫ്രിഡ്ജിലിട്ട് തല ഇടിച്ചു. തെന്നി വന്ന് ഒരു വശം തന്നെയാണ് വീണിട്ട് ഭയങ്കര വിഷമമൊക്കെ ആ സമയത്താണ് ഉണ്ടായത്. പപ്പ ഇങ്ങനെ ഇരുത്തി കഴിഞ്ഞ് അന്നേരം തൊട്ട് ഞാൻ ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഒരാശുപത്രിയിലും പോയില്ല, ഒരിടത്തും പോയി. എൻ്റെ അസ്ഥി ഒന്നും ഒഴിയാതെ എൻ്റെ ദൈവം എന്നെ കാത്തുപോകാൻ അത് മാത്രം നിങ്ങളോടൊന്ന് പറയാം. ഇങ്ങനെ അങ്ങനെ പള്ളിയിൽ അച്ഛൻ വീട്ടിൽ വന്നപ്പോഴും പറയാം, എവിടെ ഒഴിയാതെ കാത്തോട് എന്നെ ദൈവത്തിൻ്റെ പോയത്. അത് മാത്രമേ ഉള്ളൂ. ഞാനെൻ്റെ ദൈവത്തോട് കാര്യം പറയാൻ എന്നെ നോക്കാനാരുമില്ല, ഒന്നുമില്ല. പിന്നെ ദൈവം തമ്പുരാൻ എന്നെ ഇത്രത്തോളം നടത്തുന്ന അതിനെയോ സകല ഉപാധി എന്ന് പറയാനായിട്ട് ഞാൻ പറഞ്ഞു. ഭയങ്കര വീഴ്ചയായിരുന്നു. പക്ഷെ ദൈവം തമ്പുരാൻ കാത്തെന്ന് പറയാൻ എനിക്ക് വിശ്രമിച്ച് കിടക്കാനൊന്നും വേദനയുണ്ട്. അതുകൊണ്ട് ഞാൻ സാരമില്ലെന്നുണ്ട്. തലയ്ക്ക് കറക്കവും തലയ്ക്കൊരു വേദനയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാം ആശ്വാസം തന്നു നമ്മുടെ വരാനോ തിങ്കളാഴ്ച ആയതുകൊണ്ടാണ് വരാനോ, അല്ലെങ്കിൽ ഇന്നോ വല്ല തരത്തിൽ വരവും ഉണ്ടാകും. അതുകൊണ്ട് ദൈവം തമ്പുരാൻ അതിൽ നോക്കി എന്നെ രക്ഷിച്ചു. അത് ദൈവമക്കൾ മുമ്പാകെ ഞാൻ സാധിച്ചത്. ദൈവം എല്ലാവരും എന്തിനേക്കും പ്രാർത്ഥിക്കണം. അല്ലേ മോളെ അഞ്ചിലൂടെ കേൾപ്പിച്ച സാക്ഷ്യത്തിനോട് കർത്താവിന്റെ കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സൂസിയാജി കടന്നു വന്ന പ്രാർത്ഥന.